നമുക്ക് മിണ്ടാൻ മടിയുള്ളവരുടെ മുന്നിൽ മാത്രമാണ് നമ്മൾ തിരക്കഭിനയിക്കുന്നതും നേരമില്ലെന്ന് ന്യായം പറയുന്നതും. നമ്മൾ മിണ്ടാൻ ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ നമ്മൾ എത്ര തിരക്കിലായാലും അവർക്ക് വേണ്ടി എന്നും നേരം കണ്ടെത്തിയിരിക്കും. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മെ വേണ്ടാത്ത നേരങ്ങളിൽ നമുക്കും അവരെ വേണ്ട എന്ന് കരുതുമെങ്കിലും വീണ്ടും വീണ്ടും നമ്മൾ അവരെ തേടി ചെല്ലുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അവർ അത്രയേറെ സ്ഥാനം പിടിച്ചു പറ്റിയിട്ടുണ്ടാവണം. നമ്മൾ ഒരാളെ സത്യസന്ധമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്തൊക്കെ അപരാധങ്ങൾ നമ്മളോട് കാണിച്ചാലും അയാളോടുള്ള സ്നേഹം പൂർണ്ണമായും ഇല്ലാതാകില്ല. സ്നേഹം ചോദിച്ചു വാങ്ങാനുള്ള ഒന്നല്ല. ചോദിച്ചു വാങ്ങുന്നതിലൂടെ അതൊരിക്കലും നിങ്ങൾക്ക് ലഭ്യമാകുന്നില്ല. സ്നേഹം കടന്നു വരുന്നത് നൽകുന്നതിലൂടെയാണ്. അത് നമ്മുടേതെന്ന് പ്രതിനിധിയാകുന്നു. സൗന്ദര്യത്തെ സ്നേഹിക്കരുത്. വിഡ്ഢികൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ നല്ലത് ചെയ്താലും അത് നിങ്ങളുടെ കടമയാണെന്നും നിങ്ങൾ അത് തുടരണമെന്നും മാത്രമേ അവർ ചിന്തിക്കൂ. നിങ്ങളുടെ മൂല്യം ഒന്നും അവർ ഒരിക്കലും മനസ്സിലാക്കില്ല. ഒരു വടക്കുനോക്കി യന്ത്രം പോലെ എപ്പോഴും ഒരു ദിശയിൽ മാത്രമേ അവർ ചിന്തിക്കൂ. ഒരു തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാതെ അടിമയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് അത് ചൂണ്ടിക്കാണിച്ച് ശത്രുവായി ജീവിക്കുന്നതാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ചെയ്യുക അസാധ്യമാണ്. നിനക്ക് സന്തോഷം ലഭിക്കുന്നത് എങ്ങനെ തന്നെയാണെങ്കിലും ചെയ്യുന്നത് നന്മ എന്ന് ഉറപ്പുണ്ടെങ്കിൽ മുന്നോട്ട് പോവുക. ലക്ഷ്യം നിന്റെ മുമ്പിലുണ്ടെങ്കിൽ നീ വിജയിക്കുക തന്നെ ചെയ്യും. ഓരോ വരികൾക്കിടയിലും 1000 കഥകളുണ്ട്. അത് ആർക്കു വേണ്ടിയാണോ കുറിക്കപ്പെടുന്നത് അവർക്കു മാത്രം അറിയാവുന്ന ആ വരിയുടെ നേരറിയൂ. അഭിനയിക്കുക ആണെന്നറിഞ്ഞിട്ടും ചിലരുടെ താളത്തിനൊത്ത് നിൽക്കുന്നത് വിഡ്ഢിയായിട്ടല്ല. അവർ അഭിനയിച്ചു തകർക്കുന്നത് വിശ്വസിക്കുന്നുണ്ടെന്ന് കരുതിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാവും. തെറ്റ് തെറ്റായിട്ടും ശരി ശരിയായിട്ടും ചൂണ്ടിക്കാണിക്കുന്നിടത്താണ് യഥാർത്ഥ സ്നേഹം. അല്ലാത്ത വാക്കുകളൊക്കെയും കാര്യം കഴിയുമ്പോൾ വലിച്ചെറിയപ്പെടുന്ന ചില സ്നേഹപ്രകടനങ്ങൾ മാത്രം. കാലം നമുക്കായി മാത്രമായി ചിലതൊക്കെ കരുതി വച്ചിട്ടുണ്ടെന്നുള്ള ബോധം നമുക്ക് ജീവിക്കാനുള്ള ഏറ്റവും വലിയ ഒരു പ്രചോദനമാണ്. ചില സത്യങ്ങൾ നമുക്ക് കുറച്ചുനേരം വേദന തന്നേക്കാം. പക്ഷേ അത് ജീവിതത്തെ നിരന്തരമായ സന്തോഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും സമാധാനം നമ്മുടെ കൂടെ കൂടുകയും ചെയ്യും. ഒരിക്കലെങ്കിലും സ്വന്തം മനസ്സിനുള്ളിലേക്ക് ഊളിയിട്ടൊന്ന് പോകണം. ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെ കീറി വിലയിരുത്തണം. മുന്നോട്ടുള്ള പാത സുഗമമാക്കാൻ അത് നല്ലതാണ്. എപ്പോഴും ഒരു നല്ല വ്യക്തിയാവുക. അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല. മനസ്സിൽ നന്മയുള്ളവർ അത് തിരിച്ചറിയും. വ്യക്തിത്വം മറ്റുള്ളവരെ ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അഭിനയമായി മാറും. ജീവിതത്തിൽ സമാധാനം കിട്ടാൻ 2 കാര്യങ്ങൾ. 1 ആരുടെയും ആരും ആകാതിരിക്കുക. 2 ആരെയും ആരുമാക്കാതിരിക്കുക. അറിയാതെ പറ്റിയതിനെ ഒരിക്കലും ആരും ന്യായീകരിക്കില്ല. പക്ഷേ അറിഞ്ഞ് ചെയ്യുന്ന തെറ്റിനെ എന്നും ന്യായീകരിക്കും. അതാണ് മനുഷ്യാവസ്ഥ എന്ന് പറഞ്ഞാൽ. ആരോടും സ്വയം വിശദീകരിക്കരുത്. കാരണം നിങ്ങളെ വിശ്വസിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ ഇഷ്ടമാണെന്ന് അഭിനയിക്കുന്ന വ്യക്തി അത് ഒരിക്കലും വിശ്വസിക്കുകയുമില്ല. നമ്മുടെ ശരികളെ മാത്രം അംഗീകരിച്ചു ചേർത്തു നിർത്തുന്നവരെ അല്ല, നമ്മുടെ ചെറിയ തെറ്റുകളിൽ പോലും വെളിച്ചം കാണിച്ചു തരുന്നവരെ വേണം നാം കൂടെ ചേർത്തു നിർത്തേണ്ടത്. അവർ ആയിരിക്കും നമുക്ക് ജീവിത വെളിച്ചവും വഴികാട്ടിയും തണലുമായി തീരുന്നവർ. ഓർക്കുക, ജീവിതം തുച്ഛമാണ്. നല്ലതുപോലെ ജീവിച്ചു തീർക്കുക. എല്ലാം തികഞ്ഞവരായി ആരുമില്ല. എന്തെങ്കിലും പോരായ്മകൾ മനുഷ്യ സഹജമാണ്. പക്ഷേ ആ പോരായ്മകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ വിമർശിക്കുകയല്ല ചെയ്യേണ്ടത്. അത് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിലും അതിനെ വിലയിരുത്തപ്പെടാൻ ശ്രമിക്കുമെങ്കിലും ചെയ്യപ്പെടുകയെങ്കിലും ചെയ്യാം. പലരും കൂടെയുള്ളവരുടെയും എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നവരുടെയും കൂടെ കൂട്ടി അവരുമായി സന്തോഷിക്കുമ്പോൾ എല്ലാം ഒന്നുമില്ലാത്തവരുടെ കൈപിടിച്ചുയർത്തി അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊക്കെ അർത്ഥമുണ്ടാകുന്നത്. നന്മയുള്ള മനസ്സുകൾ അതാണ്.
മുഖത്ത് മേക്കപ്പ് ഇടാത്ത സ്ത്രീകൾ പൊതുവെ ആത്മവിശ്വാസം കൂടിയവരാണെന്ന് പഠനങ്ങൾ പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.